എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ ദിവസം മലയാള മനോരമ ദിനപത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. അത് മറ്റൊന്നുമല്ല, വി ഗോവിന്ദൻ ചൈനയെ പ്രകീർത്തിച്ചുകൊണ്ടും ചൈനയുടെ വളർച്ചയിൽ അഭിമാനം കൊണ്ടുകൊണ്ടും ഉള്ള ഒരു വാർത്തയായിരുന്നു അത്. ആ വാർത്ത ഇപ്രകാരമാണ്. അതിൻ്റെ തലക്കെട്ട്: അമേരിക്കയേക്കാൾ വലിയ ശക്തിയായി ചൈന വളരുന്നതിൽ അഭിമാനം, വി ഗോവിന്ദൻ. വാർത്ത ഇങ്ങനെയാണ്: ചാവക്കാട്. അമേരിക്കയെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ ചൈന സാമ്പത്തിക ശക്തിയായി മുന്നേറുന്നത് നമുക്ക് അഭിമാനമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന് സമാപനം കുറിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തീരുവ യുദ്ധത്തിൽ ചൈന അമേരിക്കയെ മുട്ടുകുത്തിച്ചു. AI ഉൾപ്പെടെയുള്ള സകല മേഖലകളിലും മുന്നേറിയ ചൈനയുടെ വിജയമാണ് ഇത് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തീരുവ വർദ്ധിപ്പിച്ച അമേരിക്കയുടെ നിലപാടിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിധേയപ്പെട്ട് നിന്നപ്പോൾ ചൈനയ്ക്ക് മാത്രമാണ് ഇതിനെതിരെ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞത്. ഇത് സോഷ്യലിസത്തിൻ്റെ കരുത്താണെന്നും വി ഗോവിന്ദൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളെയും കടലോര ജനതയെയും ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാർ ആഗോള കുത്തകകളെ സഹായിക്കുന്ന നിലപാടുമായാണ് മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വിശ്വാസികളും അവിശ്വാസികളും ഒന്നിച്ചു നേരിട്ടാൽ മാത്രമേ വർഗീയ ഭ്രാന്തിനെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ അധ്യക്ഷത വഹിച്ചു. ഈ വാർത്തയിൽ കൂടി എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വി ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ആളല്ല, ഒരു സാധാരണ പ്രവർത്തകനുമല്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, അതായത് സംസ്ഥാനത്തെ പാർട്ടിയുടെ അധിപനാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കും മുകളിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. പക്ഷേ ഇവിടെ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നുണ്ടെങ്കിലും പാർട്ടി ഭരണഘടന അനുസരിച്ച് മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടറിക്ക് താഴെയാണ്. അപ്പോൾ ഈ വാർത്തയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? CPM ഇന്ത്യയെ വെറുക്കുന്നു, CPM ചൈനയെ സ്നേഹിക്കുന്നു എന്നല്ലേ? ഇന്ത്യ ഓരോ മേഖലയിലും അഭിമാനകരമായ വളർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രതിരോധ രംഗത്തായാലും സാമ്പത്തിക രംഗത്തായാലും എല്ലാം ഇന്ത്യ വളരെയേറെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് അതിലല്ല അഭിമാനം. ചൈന അമേരിക്കയേക്കാൾ വളരുന്നതിലാണ് അയാൾക്ക് അഭിമാനവും സന്തോഷവും. ഇതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യയെ ഒരിക്കലും വളരാൻ അനുവദിക്കുന്ന മാനസികാവസ്ഥയിലല്ല. ചൈനയേക്കാൾ ഇന്ത്യ ഒരിക്കലും വളരരുത് എന്നുള്ള ഒരു ഉദ്ദേശമാണ്, പ്രവർത്തനമാണ് അവർ നടത്തുന്നത് എന്നത് തന്നെയാണ്. ഇന്ത്യ ഒരിക്കലും ചൈനയേക്കാൾ കൂടുതൽ വളരരുത്. നമ്മൾ നേരത്തെ കണ്ടതാണ് കർഷക സമരം. അതിൻ്റെ ചുക്കാൻ പിടിച്ചതാരാണ്? ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് ആ സമരം നടന്നത്. അതിനെ ചുക്കാൻ പിടിച്ചതും CPMൻ്റെ ഒരു ദേശീയ സമിതി അംഗവും പോളിറ്റ് ബ്യൂറോ ആണോ ദേശീയ സമിതിയിലെങ്ങാണ്ട് അംഗമായിട്ടുള്ള വിജു കൃഷ്ണനാണ്. ഒരു മലയാളിയായ വിജു കൃഷ്ണൻ, CPM നേതാവാണ് അയാൾ. അയാളുടെ നേതൃത്വത്തിലാണ് കർഷകരെ കൊണ്ട് സമരം ചെയ്യിച്ചത്. സമരം ചെയ്യിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു കലാപം സൃഷ്ടിക്കുക. നമ്മൾക്ക് തന്നെ അറിയാം അവിടെ എന്തൊക്കെയാ തോന്നിവാസ ഇവർ കർഷകരവിടെ കാണിച്ചതെന്നുള്ള കാര്യം. രാജ്യം ആകെ ഒരു കലാപം നടത്തിയാൽ അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ അത് ഗുരുതരമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് രാജ്യത്ത് കലാപം ഉണ്ടാക്കാനാണ് ആ കർഷക സമരത്തിലൂടെ CPM ശ്രമിച്ചത്. അവർ നേരിട്ട് CPM എന്ന പാർട്ടി അതിനകത്ത് പങ്കെടുത്തില്ല. പക്ഷെ അവരുടെ കിസാൻ സഭ എന്ന സംഘടനയിൽ കൂടിയാണ് ഇവർ നടത്തിയത്. അന്ന് തന്നെ ഇവരുടെ ആ ഉദ്ദേശവും ലക്ഷ്യവും നമ്മൾ മനസ്സിലാക്കിയതാണ്. അതായത് ഇന്ത്യ സാമ്പത്തികമായി വളരുന്നതിനെ തടയുക, ചൈനയ്ക്ക് മുകളിലേക്കൊരു വളർച്ച ഇന്ത്യക്ക് ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല. അവരത് ഏതൊക്കെ രീതിയിലാണെങ്കിലും അത് തടയാൻ ശ്രമിക്കും എന്നുള്ളത് അന്നേ നമ്മൾ കണ്ടതാണ്. അതേ മനോഭാവമാണ് ഇപ്പോൾ. അയാൾ നേരിട്ട്
ഈ എം വി ഗോവിന്ദൻ പച്ചയ്ക്ക് പരസ്യമായി വിളിച്ചു പറഞ്ഞു എന്ന് മാത്രം. ഇന്ത്യ ഈ ചൈന വളരുന്നതിലുള്ള അഭിമാനമാണ് അയാൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ വോട്ടർമാർ ഇത് മനസ്സിലാക്കണം. നമ്മൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ രാജ്യം വളർന്നെങ്കിൽ മാത്രമേ നമ്മൾക്കതിൽ നിന്ന്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നേട്ടമുണ്ടാവുകയുള്ളൂ. ചൈന വളർന്നാൽ അതിൽ നമ്മൾ അഭിമാനം കൊണ്ടതുകൊണ്ട് നമ്മൾക്കെന്താണ് നേട്ടം? ഒരു നേട്ടവുമില്ല. നമ്മുടെ രാജ്യം വളർന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് അഭിമാനിക്കാൻ ഉള്ള വകയുള്ളൂ. അത് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കണം. കമ്മ്യൂണിസം ഇന്ത്യയെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യയെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം. ഈ ബംഗാളിലെയും ത്രിപുരയിലെയും ജനങ്ങളത് മനസ്സിലാക്കിയതുകൊണ്ട് അവിടുന്ന് അവർ ഈ ഒരു പാർട്ടിയെ തൂത്തെറിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷമാണല്ലോ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ വികസനം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ അവസ്ഥ ബംഗാളിനെക്കാട്ടിൽ വളരെയേറെ പരിതാപകരമായിരിക്കും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇവർ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്നിരുന്ന ബംഗാളിലെ പാർട്ടിയുടെ സമുന്നത നേതാക്കൾ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൽ വന്ന് ചെയ്യുന്ന ജോലികൾ എന്താണെന്ന്. മേസ്തിരിപ്പണി, കൂലിപ്പണി ഉൾപ്പെടെയുള്ള എല്ലാ പണികളും, തോട്ടിപ്പണി ഉൾപ്പെടെയുള്ളത് ചെയ്യുന്നത് അവിടുത്തെ CPM പ്രവർത്തകരും നേതാക്കളുമായിട്ട് നടന്ന ആൾക്കാരാണ്. അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് ഭരണം ആ നാട്ടിലുണ്ടാക്കിയ ഒരു അപചയത്തെക്കുറിച്ച് തന്നെ. ആ സാമ്പത്തികമായി തീർത്തും തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് ഭരണം, അത്രയും നീണ്ട കാലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം. ഇതിവിടുത്തെ ജനങ്ങൾ കാരണം അവർക്ക് ആ പ്രദേശം, അത് ഏതാകട്ടെ, കേരളമാകട്ടെ, ബംഗാളാകട്ടെ, ഇന്ത്യ മൊത്തത്തിലാകട്ടെ, ചൈനയേക്കാൾ കൂടുതൽ ശക്തമാകുന്നത് എങ്ങനെയും തടയുക എന്നുള്ള ഒരു പ്രവർത്തന രീതിയാണ് CPMനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ പാർട്ടിക്ക് കൊടുക്കുന്ന ക്ലാസ്സുകളും. ഇവർക്ക് എന്തെങ്കിലും രീതിയിൽ ശക്തി ഈ രാജ്യത്തുണ്ടായാൽ അവർ തീർച്ചയായിട്ടും കലാപം സൃഷ്ടിക്കും. ഇന്ത്യയെ ചൈനയുടെ ഒരു ഭാഗമാക്കി മാറ്റാനേ ആണ് അവർ ശ്രമിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിന് വലിയ ഉദാഹരണമാണ് ചൈന അവരുടെ ഭൂപ്രദേശം വിശാലമാക്കുന്ന ഒരു നടപടിയിലാണ് അവർ എക്കാലത്തും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അവർ തിബറ്റ് എന്ന ഒരു ഭൂപ്രദേശം ഒന്നാകെ അവർ പിടിച്ചെടുക്കുകയുണ്ടായി. അത് അവരുടെ അധീനതയിലാക്കി അവിടുത്തെ സാധാരണക്കാരെ അവർ കമ്മ്യൂണിസം എന്നുള്ള ആ കരാള ഹസ്തത്തിന് കീഴിൽ അവർ എത്തിച്ചിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ഒരു രീതിയിലുമുള്ള സ്വാതന്ത്ര്യമില്ല, മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ നടത്താൻ സ്വാതന്ത്ര്യമില്ല, ഒന്നുമില്ല. നമുക്ക് തന്നെ അറിയാം ഉയ്ഗുർ മുസ്ലിങ്ങളെ എന്താണ് അവർ ചെയ്യുന്നതെന്നുള്ള കാര്യം. അവരെ ഇട്ട് നരയിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മുടെ അതും തിബറ്റ് പിടിച്ചടക്കിയതിന് ശേഷം അതിൻ്റെ ഭാഗമാണ് നമ്മുടെ അരുണാചൽ പ്രദേശ്, അതേപോലെ തന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പലയിതും സിക്കിം ഉൾപ്പെടെയുള്ള അവരുടെ പ്രദേശമാണ് എന്ന് പറഞ്ഞാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂപടങ്ങളിൽ പോലും ഈ സിക്കിമിനെ, അരുണാചൽ പ്രദേശിനെ അവരുടെ ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഭൂപടം തന്നെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെയൊന്നും ഇന്ന് വരെ ഈ CPM അപലപിച്ചിട്ടുമില്ല, എതിർത്തിട്ടുമില്ല. സിക്കിം അവരുടെ ഭാഗമാണെന്ന് പറയുന്നു, ചൈനയുടെ ഭാഗമാണെന്ന് പറയുന്നു, അരുണാചൽ പ്രദേശ് അവരുടെ ഭാഗമാണെന്ന് പറയുന്നു. ഇതല്ല എന്ന് ഇതുവരെ ഇവിടുത്തെ ഒരു CPMകാരനും പറഞ്ഞിട്ടില്ല. അവർക്ക് ലക്ഷ്യം ഭാരതത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ചൈന അടക്കി അവസാനം ഇന്ത്യയെ പൂർണ്ണമായും ചൈനയുടെ ഭാഗം ആക്കുക എന്നുള്ളതാണ് CPMൻ്റെ ലക്ഷ്യം തന്നെ. അപ്പം അത് പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ MV ഗോവിന്ദൻ്റെ ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിലൂടെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഇതിനെതിരെ പ്രവർത്തിക്കണം, പ്രതികരിക്കണം. അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ ഈ CPMനെ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടായിരിക്കണം ഓരോ വോട്ടറും മുന്നോട്ട് പോകേണ്ടത്.
ഇത് സി പി എമ്മിൻ്റെ പാർട്ടി ക്ലാസ്സുകളിൽ കൂടെ ഒരു പാർട്ടിയുടെ ഈ അടിമയായി പ്രവർത്തിക്കുന്നവർക്ക് അത് മനസ്സിലാകത്തില്ല. അവരുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഇന്ത്യ ചൈനയുടെ ഭാഗമാകണം എന്നുള്ളത് തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല. അതിനാൽ സാധാരണക്കാരും ഇന്ത്യയെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ജനങ്ങൾ, വോട്ടർമാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ ഗോവിന്ദൻ്റെയും ഇവർ പാർട്ടിയുടെയും ഈ പ്രസ്താവന മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ആ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കേണ്ടത്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.